തിരുമേനി ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളെ ഒരു ചാരിറ്റി അവയർനെസ്സിനെ കുറിച്ചൊന്ന് പഠിപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമമാണ്. അപ്പോൾ തിരുമേനി ഈ ഫീൽഡിൽ വളരെയധികം വർക്ക് ചെയ്യുന്നതുകൊണ്ട് തിരുമേനിയുടെ ഡയസിസിൽ നടക്കുന്ന പ്രോജക്ട്സിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ഈ ക്യാൻസർ പേഷ്യൻസിനുള്ള ഈ കാരുണ്യ നിലയം, ലൈറ്റ് ഓഫ് ലൈറ്റ് അതുപോലത്തെ പ്രോജക്ട്സിനെ കുറിച്ചൊന്ന് പറയാമോ? കാരുണ്യ നിലയം കോട്ടയം ഡയസിസിൻ്റെ പെട്ട ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. അത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് സ്ഥാപിച്ചിരിക്കുന്ന ചാപ്പലിന് തൊട്ടാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രധാന ഉദ്ദേശം കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വരുന്ന പേഷ്യൻസിന് താമസിക്കാനായിട്ട് ഡ്യൂറിങ് ദ ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള സംവിധാനം, ഫുഡും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ളതാണ്. രോഗികളായിരിക്കുന്നവർക്ക്, ദൂരെ നിന്ന് വരുന്നവർക്ക് സഹായിക്കുന്നതിന് വേണ്ടി പ്രധാനമായിട്ട് സ്ഥാപിച്ചിരിക്കുന്നതാണ്. അതുകൂടാതെ ദിവസവും രോഗികൾക്ക് മരുന്നിന് ആവശ്യമായിരിക്കുന്ന പണമോ മരുന്നോ വാങ്ങിച്ചു കൊടുക്കും. അതുകൂടാതെ ഉച്ചയ്ക്ക് പാവപ്പെട്ട രോഗികൾക്ക് അവരുടെ കൂടെ വരുന്നവർക്ക് കഞ്ഞി അവിടെ കൊടുക്കുന്നുണ്ട്. ഉച്ച നമസ്കാരവും അതിനെ തുടർന്ന് ഈ വരുന്നവർക്കെല്ലാം കഞ്ഞി വെച്ച് കൊടുക്കും. വരുന്നത്തെ ആഹാരം ഫ്രീ ആയിട്ട് കൊടുക്കും. ഇതാണ് 3 പ്രധാനമായി നടക്കുന്ന ചാരിറ്റബിൾ വർക്ക് അവിടെ. അതുകൂടാതെ പുതുതായിട്ടൊരു പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്, ലൈറ്റ് ഓഫ് ലൈഫ് എന്ന് പറയും. അത് ക്യാൻസർ രോഗികളായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, 12 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഫൈനാൻഷ്യൽ ഹെൽപ്പ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള സംവിധാനമാണ്. 100 കുഞ്ഞുങ്ങൾക്ക്. ഇതുവരെ 75 പേരായി. 100 കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ അവരുടെ ട്രീറ്റ്മെൻറ്റ് സഹായചെലവ് വഹിക്കത്തക്കവണ്ണമുള്ള ഒരു പ്രോജക്റ്റാണത്. അത് ട്രിവാൻഡ്രം ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചെയ്യുന്നത്. ട്രിവാൻഡ്രം ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡോക്ടർ സുഗതകുമാരി അതിൻ്റെ പേഷ്യൻസിനെ നിശ്ചയിക്കുന്നു. അപ്ലൈ ചെയ്ത് ആവശ്യമുള്ളവരെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റിനുള്ള അത് അവർ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അവരെ എടുത്ത് അവരെ ഡ്യൂറിങ് ദ ട്രീറ്റ്മെൻറ്റ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് മരുന്നുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പിന്നെ അവർ വീട്ടിൽ പോകും. അവ 100 കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുന്ന ഒരു പ്രോജക്റ്റുണ്ട്. കാരുണ്യ നിലയത്തിൻ്റെ ഒരു വലിയൊരു കെട്ടിടം അവിടെ ഉണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ അതിൽ ഈ പിള്ളേർ താമസിക്കുന്നുണ്ടോ അതോ അത് ഇതിനുള്ള? കാരുണ്യ നിലയത്തിൻ്റെ കെട്ടിടം കോട്ടയത്താണ്. ഓക്കെ. അവിടെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രധാനമായിട്ടും ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വരുന്ന പേഷ്യൻസ് താമസിക്കുന്നു. ശരി. അവരുടെ കൂടെ വരുന്നവർ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഫ്രീ ആയിട്ട്. ശരി. അപ്പം അവിടെ ഈ താമസിക്കാനായിട്ടുള്ള സൗകര്യം ഡിസൈഡ് ചെയ്യുന്നത് ഈ ആ മുറികളിൽ താമസിക്കാനായിട്ട് അതിന് എങ്ങനെയാണ് അതിൻ്റെ ഇപ്പം അവരുടെ ട്രീറ്റ്മെൻറ്റ് ഇത് റെക്കോർഡുമായിട്ടാണ് വരുന്നവർ. ശരി. റെക്കോർഡ് ഫോർ റേഡിയേഷൻ, ഫോർ കീമോതെറപ്പി. ശരി. ആ പീരീഡ് അവിടെ താമസിക്കണമല്ലോ. ഓക്കെ. അപ്പോൾ ഒരു കീമോ ഒരു 2-3 മാസമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ 2-3 മാസം താമസിപ്പിക്കാം. മെയിൻലി ഫോർ ക്യാൻസർ പേഷ്യൻസ് ആണ്. അവിടെ ഒരു എത്ര പേര് ഒരു സമയത്ത് താമസിക്കുന്നുണ്ടാവും? അത് ട്രീറ്റ്മെൻറ്റ് അങ്ങനെ പറയാനൊക്കത്തില്ല. ഓരോരുത്തർ മാറി മാറിയാണ് വരുന്നത്. ദൂരെ നിന്ന് വരുന്നവർക്ക്, അടുത്തുള്ളവർക്കല്ല. ശരി. ദൂരെ നിന്ന് വരുന്നവർക്ക്. അല്ലെങ്കിൽ അവർ ഹോട്ടലിലൊക്കെ പോയി താമസിക്കുന്നു. അപ്പം രോഗികൾക്കും രോഗികളുടെ റിലേറ്റീവ്സിനും. അപ്പോൾ അവർക്കും ഇതുപോലെ മെഡിസിനും കാര്യങ്ങളും ഒക്കെ അവിടുന്ന് ഒരു പരിധി വരെ കൊടുക്കും. ഇതിനെന്തെങ്കിലും ഒരു എക്കണോമിക് ക്രൈറ്റീരിയ ഉണ്ടോ അതോ
അത് അവരുടെ ആവശ്യം അനുസരിച്ച് അവിടെയും ജോഷ അവിടെ ഒരു ഇപ്പം എൻ്റെ ഒരു സെക്രട്ടറി ഉണ്ട്, ഒരു അച്ഛനുണ്ട്, പിന്നെ എൻ്റെ കമ്മിറ്റി ജോഷി അച്ഛനുണ്ട്, പിന്നെ എൻ്റെ ഒരു യൂഹാൻ റബ്ബാച്ചനുണ്ട്. അവർ കൂടി നിശ്ചയിക്കുന്നത് എത്ര കൊടുക്കണം എന്നുള്ളത്. പിന്നെ പിള്ളേരുടെ ഫുൾ എത്ര ചിലവ് തന്നാലും അത് കൊടുക്കുക എന്നുള്ളതാണ്. ശരി. അപ്പോൾ ഒരു കൊച്ചിന് എന്തോരം ചിലവ് വരും ഈ ലൈറ്റ് ഓഫ് ലൈഫ് പ്രോജക്റ്റ്? അത് ഡിപ്പെൻസ്. ചിലപ്പോൾ 1 ലക്ഷം വരും, ചിലപ്പോൾ 50,000 വരും, ചിലപ്പോൾ 2 ലക്ഷം വരും. ശരി. അത് ആ 100 പേർക്ക് എത്ര വരുന്നു അത്രയും കൊടുക്കുന്നത്. ശരി. അപ്പോൾ ഇതിൻ്റെ ഈ ഇത്രയും കാശ് നമ്മൾ എങ്ങനെയാണ് അത് പോയി ആളുകളിൽ പിരിക്കുന്നത്? കോൺട്രിബ്യൂഷൻ ഫ്രോം ദി പീപ്പിൾ. ഈ ഇപ്പം ഒരാളുടെ ഒരു 3 ലക്ഷം രൂപ കൊടുക്കുന്നവരുണ്ട്, 1 ലക്ഷം കൊടുക്കുന്നവരുണ്ട്. അത് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് എടുത്ത് കൊടുക്കുക. ശരി. അപ്പോൾ അവർ ഈ 1 ലക്ഷം കൊടുക്കുമ്പം ഇന്ന കൊച്ചിന് വേണ്ടി എന്നും പറഞ്ഞാണോ കൊടുക്കുന്നത്? അത് ഏതെങ്കിലും കൊച്ചിനാണ്. 100 പേരിൽ പെട്ട ഒരാളുള്ളതുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ഈ 100 പേര് എത്ര സമയം കൊണ്ടാണ് നമ്മളൊരു? അത് പറയാനൊക്കത്തില്ല. ഇല്ല, അത് പറയാനൊക്കത്തില്ല. ചിലർക്ക് പെട്ടെന്ന് നമ്മളുള്ളത് തീരും, ചിലർക്ക് ചിലപ്പോൾ ലോങ് ഡ്യൂറേഷൻ ആയിരിക്കും. ശരി. ആ 100 പേർക്ക് എത്ര വരുന്നോ അത്രയും ചിലവ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. മേ ബി ഒത്തിരി രൂപ വേണ്ടി വരും. അപ്പോൾ ഇത്രയും രൂപ ഡോക്ടർ പറയുന്നതനുസരിച്ച് ഡോക്ടർ സ്വതന്ത്രമായി നിശ്ചയിക്കും. പിന്നെ ക്യാൻസർ ഡോക്ടറെ ഏൽപ്പിക്കും. ഹി വിൽ ടെൽ എത്ര കൊടുക്കണം. അവർ പറയുന്നതനുസരിച്ച് അത് കൊടുക്കും. ശരി. അപ്പോൾ ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഇസ് വെരി എക്സ്പെൻസീവ്. വെരി എക്സ്പെൻസീവ്. ഇപ്പോൾ ഈ കുഞ്ഞു പിള്ളേർ വരുന്നവരിൽ അവരിൽ എന്ത് തരം ക്യാൻസറുകളൊക്കെയാണ്? പലതരമുണ്ട്. അതൊന്നും ഡെഫിനറ്റാണ്. ചിലപ്പോൾ എന്തെല്ലാം തരത്തിലാണ്. ബ്ലഡ് ക്യാൻസറാണ് മിക്കവാറും. നമ്മളെല്ലാവർക്കും സഹായം കൊടുക്കുന്നുണ്ട്, ഇന്ന ഒരു ഫീൽഡൊന്നുമില്ല. അത് വലിയ എക്സ്പെൻസീവാണ്. അപ്പോൾ ഈ ലൈറ്റ് ഓഫ് ലൈഫിൻ്റെ ഈ 75 പിള്ളേർ ആയെന്ന് പറഞ്ഞു. ഇനി ആ ബാക്കിയുള്ള 25 നമുക്ക് കാശില്ലാത്തതുകൊണ്ടാണോ അതോ? അതെല്ലാവരും ആപ്ലിക്കേഷൻ വരണം. ആപ്ലിക്കേഷൻ വരണം. ഓക്കെ. വന്ന് സോർട്ട് ഔട്ട് ചെയ്യുന്നു. ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഒരു മാസം കൊണ്ട് 100 ഓക്കെ. വളരെ സന്തോഷമുണ്ട് ഇത്രയധികം. അപ്പോൾ ഇനി ആ 100 എന്നുള്ളത് കൂടാൻ ഇത് ഞാൻ പിന്നെ ഫണ്ട് ഉണ്ടാവണം. പിന്നെ ഉണ്ടാവണം. അപ്പോൾ ഇപ്പം 100 പേർക്കുള്ള ഫണ്ട് ഉണ്ട്. 50 ലക്ഷം രൂപയോളം ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഈ എല്ലാ ദിവസവും ഒരു 1000 പേർക്ക് കണ്ട് അവിടെ കഞ്ഞി കൊടുക്കുന്നതാണ്. ഡെയിലി ഒരു 1000 പേരില്ല, 100-500 പേര്, 200-300 പേര് കാണും. ഡെയിലി ഒരു 3000-4000 രൂപ. അത് ശരി. അപ്പോൾ ഇത്രയും കാശിങ്ങനെ വരുന്നുണ്ടോ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ? അത് ഈ അവിടെ ഇട്ടിരിക്കുന്ന എൻഡോമെൻറ്റിനുണ്ട്. പിന്നെ ആളുകൾ കോൺട്രിബ്യൂട്ട് കൊണ്ടിരിക്കും. ഈ കഞ്ഞിക്കൊക്കെ ആളുകൾ ധാരാളം കൊടുക്കും. അത് ശരി. അത് ഇത്രയും ആളുകൾ സ്വീകരിക്കാൻ റെഡിയാണ്. പാവപ്പെട്ട ഒരുപാട് പേരുണ്ട് അവിടെ. അത് ശരി. അപ്പോൾ നമ്മൾ ഈ 200-300 എന്ന് പറയുന്നത് അന്ന് അവിടെ വരുന്ന എല്ലാവരും ആണോ അതോ നമ്മൾ? അത് ശരി. അല്ലാതെ നമുക്ക് കാശില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് പേരെ ആക്കുന്നു, മറ്റുള്ളവർക്ക് ഇപ്പം ഒരു ബഡ്ജറ്റ് വെച്ച കാണപ്പെട്ടത്. ബഡ്ജറ്റ് വെച്ച് ഒരു ദിവസത്തെ ചിലവാക്കാറുണ്ട്. അതനുസരിച്ച് ഇപ്പം കൊടുക്കുന്നത്. കൂടുതൽ ബഡ്ജറ്റ് വരാണെങ്കിൽ കൂടുതൽ കൊടുക്കും. ഇപ്പം ഇവിടെ ഈ ഇത് കഞ്ഞി ഉണ്ടാക്കുന്നതും അതും ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ വോളണ്ടിയേഴ്സ് വല്ലതും ആണോ അതോ പെയ്ഡ്? അത് ജോലിക്കാരുണ്ട്. പിന്നെ വോളണ്ടിയേഴ്സായിട്ട് വരും. ഓരോരുത്തരും പ്രാർത്ഥന, ഓരോ ഡയസിൻ്റെ പ്രാർത്ഥന യോഗക്കാർ വരും. അവർ വന്ന് ഒരു ദിവസത്തേക്ക് കൊടുക്കും. അവരവിടെ ഇരുന്ന് വിളമ്പി കൊടുക്കുകയും അവരോട് ഇരുന്ന് കഞ്ഞി കുടിക്കുകയൊക്കെ ചെയ്യും. അത് ശരി. അപ്പോൾ ഇപ്പം നമുക്ക് ഒരു പള്ളിയായിട്ട് പോകണമെങ്കിൽ നമുക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ മാനേജ് ചെയ്യുന്ന ആരാണ്? അതിനൊരു ട്രസ്റ്റ് ഉണ്ട്. ട്രസ്റ്റ് ബോർഡുണ്ട്. ഓക്കെ. അതിൻ്റെ കമ്മിറ്റിക്കാർ. ഓക്കെ. ഇപ്പോൾ ഒരു നമുക്കറിയുന്ന ആർക്കെങ്കിലും ഒരു കൂട്ടർക്ക് അവിടെ ചെന്നൊന്ന് ഇത് വിളമ്പി കൊടുക്കണം. വെൽക്കം. അത് ശരി. വായിച്ചാൽ മതി.